ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ പകർന്ന് നിന്റെ മഹത്വത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാനും അവിടുത്തെ വചനം പങ്കുവയ്ക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ. നിന്റെ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയ കണ്ണുകളെ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്നത്തെ സ്വല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 46-52. കാഴ്ചയുണ്ട് എന്ന് അഭിമാനിക്കുന്നവരുടെ അന്ധതയും അന്ധതയുണ്ടെന്ന് ലോകം കണക്കാക്കുന്നവരുടെ ഉൾക്കാഴ്ചയും മനോഹരമായി വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം. അറ്റ് എനി ടൈംസ് ഇൻ യുവർ ലൈഫ് ഡിഡ് യു ഗോ ത്രൂ എനി ഡിഫിക്കൽട്ടീസ്? അങ്ങനെയാണെങ്കിൽ നാം അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ ചില തീരുമാനങ്ങളായും ചില നിലപാടുകളായും അനുഭവമായ നിമിഷം. മർക്കോസ് 10-ാം അധ്യായം 52-ാം വാക്യം. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. മാർക്ക് 10:52. And Jesus said to him, Go, for your faith has healed you. Instantly the man could see, and he followed Jesus down the road. ഇന്നത്തെ ധ്യാന വിഷയം ബർത്തിമായിയുടെ സൗഖ്യം, the healing of Bartimaeus. It is a powerful story of blind Bartimaeus, a beggar who receives his sight through Jesus. യെരുശലേമിലേക്കുള്ള അവസാന യാത്രയുടെ മധ്യത്തിൽ യേശുവും ശിഷ്യന്മാരും വലിയ പുരുഷാരവും യെരിഹോവിലെ തെരുവീതിയിൽ എത്തുന്നു. അവിടെ തീമായുടെ മകനായ അന്ധനായ ഭിക്ഷക്കാരൻ ബർത്തിമായി യേശുവിനെ മനസ്സിലാക്കി. ബർത്തിമായി എന്നതിൻ്റെ അർത്ഥം തീമായുടെ മകൻ എന്നാണ്. ബർ എന്ന ആരാമ്യ പദത്തിൻ്റെ അർത്ഥം പുത്രൻ എന്നാണ്. ബർത്തിമായി ഗ്രീക്ക് മീനിങ് സൺ ഓഫ് ഹോണർ, ബഹുമാനപ്പെട്ടവൻ്റെ മകൻ. ആരാമിക് മീനിങ് അശുദ്ധൻ്റെ മകൻ. സൺ ഓഫ് അൺക്ലീൻ ഡ്യൂ ടു ഔട്ട്കാസ്റ്റ്, ബെഗർ ആൻഡ് ഡിസബിലിറ്റി ലൈക്ക് ബ്ലൈൻഡ്നെസ്. എന്താണ് യെരിഹോവിൻ്റെ പ്രത്യേകത? യെരുശലേമിൽ നിന്ന് 15 മൈൽ ദൂരമാണ് യെരിഹോ. പുരാതന നഗരം, അന്നത്തെ പ്രമുഖ വ്യാപാര കേന്ദ്രം. യെരിഹോവിൻ്റെ വേറൊരു പേര് ഈന്തപ്പനകളുടെ നഗരം, ദ സിറ്റി ഓഫ് പാം ട്രീസ്. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ഡ്യൂട്രോണമി 34:3. ഇറ്റ് വാസ് എ പ്രീസ്റ്റ്ലി സിറ്റി ഡ്യൂറിംഗ് ദ സെക്കൻഡ് ടെമ്പിൾ പീരീഡ്. യെരിഹോ ഒരു പ്രധാന പുരോഹിത കേന്ദ്രമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 12,000-ഓളം പുരോഹിതന്മാരും ലേവ്യരും യെരിഹോ നഗരത്തിൽ ജീവിച്ചിരുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിച്ചിരിക്കുന്നു. യെരുശലേമിലെ ദേവാലയത്തിൽ തങ്ങളുടെ ഊഴമനുസരിച്ച് ശുശ്രൂഷ ചെയ്യാനായി ഈ പുരോഹിതന്മാർ യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്കുള്ള ദുർഘടം പിടിച്ച മലമ്പാതയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നു. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ പുരോഹിതനും ലേവ്യനും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു യാത്രക്കാരനെ സഹായിക്കാതെ കടന്നുപോയത് ഈ പാതയിലൂടെയാണ്. ഈ വഴി പുരോഹിതന്മാരുടെ നിരന്തരമായ യാത്രാ പാതയാണിത്. ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ നമ്മെ പഠിപ്പിക്കുന്ന 4 പാഠങ്ങൾ. 1. മനുഷ്യരുടെ ശാസനയും യേശുവിൻ്റെ കരുണയും, ഹ്യൂമൻ റെബ്യൂക്ക് ആൻഡ് ജീസസ് മേഴ്സി. ജനനിബിഡമായ യെരിഹോവിൻ്റെ തെരുവീതി ദീനരോദനങ്ങളാൽ മുഖരിതമാണ്. ഭിക്ഷ തേടുന്നവരുടെ യാചനാസ്വരമാണ് എവിടെയും. ഇതിൽ അന്ധനായ ഒരു ഭിക്ഷക്കാരൻ ബർത്തിമായി യേശുവും ശിഷ്യന്മാരും യെരിഹോവിൻ്റെ തെരുവീതിയിൽ എത്തിയപ്പോൾ കടന്നു വരുന്നത് നസ്രയനായ യേശുവാണെന്ന് അവൻ അറിഞ്ഞു.
He did not stay silent. He shouted more loudly. He called, Jesus, Son of David, have mercy on me. He acknowledging Jesus is a promised Messiah. മുൻ നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ അവനെ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമെന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ഗുരുവിന് വഴിയിൽ ഇൻ്ററപ്ഷൻ പാടില്ല എന്ന് കരുതി പലരും അവനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. Even when the crowd told him to be quiet, he cried out even louder. ദൈവാനുഗ്രഹത്തിന് തടസ്സമായി ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുപക്ഷെ അധികാരികളാകാം, ലോക സംഭവങ്ങളാകാം, കൂട്ടുകാരാകാം, വീട്ടുകാരാകാം, ഒരുപക്ഷെ നിലനിൽപ്പിൻ്റെ വെല്ലുവിളികളാകാം. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും വല്ലാത്ത നെഗറ്റീവ് എനർജി കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ, നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന നിഷേധാത്മകമായ ചിന്ത നമുക്ക് ചുറ്റും മുഴങ്ങിക്കേൾക്കുമ്പോൾ അതിനെതിരായും ബദലായും പിന്മാറാത്ത മനസ്സുമായി ബർത്തിമായി എന്ന കുരുടനായ ഫിഷക്കാരൻ നമ്മോട് പറയുന്നു, മുമ്പേ ഉയർന്നു വരുന്ന പ്രതിബന്ധങ്ങൾ കണ്ട് ഭയപ്പെട്ടു നിൽക്കരുത്, ധൈര്യമായി മുന്നോട്ട് പോവുക. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ധൈര്യം കാണിച്ചവർക്കാണ് എക്കാലത്തും ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ളത്. മിക്ക വേദഭാഗങ്ങളിലും വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് അനുഗ്രഹം പ്രാപിച്ചവരുടെ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും ഉതകുന്നു. ബർത്തിമായോടുള്ള കരുണ. കമ്പാഷൻ ടുവേർഡ് ബാർത്തിമായാസ്. ബർത്തിമായുടെ ഉറക്കെയുള്ള നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നു. ജീസസ് സ്റ്റോപ്ഡ്. ദിസ് ഇസ് എ സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ് വേർ ദ കിങ് ഓഫ് കിങ്സ് പോസസ് ഫോർ എ മാർജിനലൈസ്ഡ് ബെഗർ. കർത്താവ് ബർത്തിമായോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? ബർത്തിമായി ആത്മവിശ്വാസത്തോട് മറുപടി പറഞ്ഞു, ഗുരുവേ, എനിക്ക് കാഴ്ച ലഭിക്കണം. ജീസസ് ഹിയേഴ്സ് ദ ഇൻഡിവിജ്വൽസ് ക്രൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോയ്സ് ഓഫ് എ ലാർജ് ക്രൗഡ്. യേശു എപ്പോഴും നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്നവനാണ്. യേശു അവനെ ദൂരത്ത് നിന്ന് സൗഖ്യമാക്കുകയല്ലായിരുന്നു. ഹി സേസ് കോൾ ഹിം, ഇൻവോൾവിംഗ് ദ കമ്മ്യൂണിറ്റി ഇൻ ദ ആക്ട് ഓഫ് റെസ്റ്റോറേഷൻ. യേശു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആജ്ഞാപിച്ചു. തിരക്കിനിടയിലും ഒരു വ്യക്തിയുടെ വിശ്വാസത്തോടെയുള്ള നിലവിളി കേൾക്കാൻ യേശു സമയം കണ്ടെത്തി. യേശു പറയുന്നു, അവനെ വിളിപ്പീൻ. നമ്മൾ ഏത് ഭാരത്തിലാണ്, ഏത് പ്രയാസത്തിലാണ് ഇന്ന് കടന്നു പോകുന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്കും അവസരമുണ്ട്. ബർത്തിമായിയെ ശകാരിച്ച ജനക്കൂട്ടം യേശുവിൻ്റെ കൽപ്പനയോടെ കുരുടനെ വിളിക്കുകയും, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവനോട് പറയുന്നു. അവരുടെ മനോഭാവത്തിന് ഇവിടെ മാറ്റമുണ്ടായി. യേശു നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്നു. പാപത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ മനോവേദനയിൽ, സഹിക്കാൻ വയ്യാത്ത പ്രതിസന്ധികളിൽ നാം യേശുവിനോട് നിലവിളിക്കാറുണ്ടോ? തേർഡ്, പഴയത് എറിഞ്ഞു കളഞ്ഞ് യേശുവിങ്കിലേക്ക്. ത്രോയിങ് അവേ ദ ഓൾഡ് ടു കം ടു ജീസസ്. യേശു തന്നെ വിളിക്കുന്നു എന്ന കേട്ട ഉടനെ അന്ധനായ ബർത്തിമായി തൻ്റെ പ്രധാന വസ്ത്രമായ പുതപ്പ് എറിഞ്ഞു കളഞ്ഞ് ഒട്ടും താമസിക്കാതെ ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? യേശുവിൻ്റെ ഈ ഒറ്റ ചോദ്യം ഹൃദയങ്ങൾ കീഴടക്കുന്ന ചോദ്യം, നമുക്ക് ജീവിക്കുവാൻ ബലം നൽകുന്ന ചോദ്യം. റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ ഉത്തരം കൃത്യമായിരുന്നു, കാഴ്ച.
അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത് കാഴ്ചയാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. കാഴ്ച കിട്ടിയാൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് ജീവിതമാർഗം നഷ്ടപ്പെടാം, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ അവൻ ചെയ്തത് തന്റെ പുതപ്പ് വേഗത്തിൽ ഉപേക്ഷിച്ചു. ഫിഷക്കാർ രാത്രിയിൽ തങ്ങളുടെ സംരക്ഷണമായും പകൽ തങ്ങളുടെ വരുമാന മാർഗമായും പുതപ്പ് ഉപയോഗിക്കുന്നു. പകൽ ഫിഷക്കാർ തങ്ങൾ ഫിഷ് യാചിക്കാനിരിക്കുന്ന സ്ഥലത്തിനു മുമ്പിൽ പുതപ്പ് വിരിക്കും. ആ പുതപ്പിലാണ് തീർത്ഥാടകർ പണം ഇട്ടുകൊടുക്കുന്നത്. ഹിസ് ക്ലോക്ക് വാസ് ഹിസ് only security and identification as a beggar. അവൻ മെച്ചമായതിലേക്ക് നീങ്ങാൻ ആഗ്രഹിച്ചു. ബർത്തിമായുടെ ഈ പ്രവൃത്തി അവന്റെ ഉടനടിയുള്ള അനുസരണത്തെയും യേശുവിലുള്ള തീവ്രമായ വിശ്വാസത്തെയും പഴയ അവസ്ഥ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് വരാനുള്ള സന്നദ്ധതയെയും കാണിക്കുന്നു. നമ്മുടെ ഒരേ ഒരു പ്രത്യാശ യേശുവാണ്. ഭൗതികമായ നമ്മുടെ ആശ്രയത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തോടെ നമുക്ക് യേശുവിനെ അനുകരിക്കാം. 4th പോയിന്റ്, വിശ്വാസത്താലുള്ള സൗഖ്യവും അനുഗമനവും. ഹീലിംഗ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ഫോളോയിങ്. കാഴ്ച ലഭിച്ച ഉടൻ ബർത്തിമായി യേശുവിനെ വഴിയിൽ അനുഗമിക്കാൻ തുടങ്ങി. ബർത്തിമായി വഴിയരികിൽ നിന്നെണ്ണീറ്റ് വഴിയിലേക്കിറങ്ങി. അവന് നേർക്കാഴ്ച നൽകിയ റബൂനിയെ അനുഗമിക്കാൻ അവൻ തീരുമാനിച്ചു. ആ പാത കുരിശിന്റെ പാതയായിരുന്നു. ആ പാത സഹനത്തിന്റെ പാതയായിരുന്നു. ശിഷ്യത്വം എപ്പോഴും ഉൾക്കാഴ്ചയാണ്. ആ ഉൾക്കാഴ്ച ലഭിക്കുന്നത് യേശുവിലുള്ള ആഴമായ വിശ്വാസത്തിലൂടെയാണ്. യേശുവിനെക്കുറിച്ചുള്ള കേൾവി അയാളിൽ വിശ്വാസമായും വിശ്വാസം കാഴ്ചയായും കാഴ്ച ഉൾക്കാഴ്ചയായും പരിണമിക്കുന്നു. യേശു നിന്ന് ബർത്തിമായെ വിളിച്ചപ്പോൾ അയാൾ വിശ്വാസത്തിൽ പ്രതികരിച്ചു. വിശ്വാസത്തിലെ ഈ കുതിച്ചു ചാട്ടമാണ് ദൈവം അംഗീകരിക്കുന്ന വിശ്വാസ പ്രതികരണം. രക്ഷകനായ യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ അവൻ രക്ഷാകരമായ മറ്റ് കാഴ്ചകൾ കണ്ടു. യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര കാൽവറിയിലേക്കും ഖബറടക്കത്തിലേക്കും ഉയർത്തെഴുന്നേൽപ്പിലേക്കും ആയിരുന്നുവല്ലോ. ഒരു കണ്ണിനും കനിവ് തോന്നാതിരുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൽ കനിവ് കണ്ടെത്തുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ബർത്തിമായി നമുക്കൊരു വെല്ലുവിളിയാണ്. യേശു ആരാണെന്നുള്ള ശരിയായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിനെ തടയുന്നതിനുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അന്ന് ബർത്തിമായി ഉറക്ക ദീനരോധത്തോടെ തൻ്റെ പ്രാർത്ഥന, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നു എങ്കിൽ ബർത്തിമായി ഇന്നും എരിഹോ പട്ടണത്തിൽ വഴിയരികെ ഒരു അന്ധനായ ഒരു ഭിക്ഷക്കാരനായി തുടരേണ്ടി വരുമായിരുന്നു. അവൻ യേശുവിൻ്റെ ശിഷ്യനായത് കൂടാതെ സുവിശേഷത്തിൻ്റെ താളുകളിൽ അവൻ്റെ പേരും വന്നു. അതെന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് 1 മനുഷ്യരുടെ ശാസനയും യേശുവിൻ്റെ കരുണയും, ഹ്യൂമൻ റെബ്യൂക്ക് ആൻഡ് ജീസസ് മേഴ്സി. 2 ബർത്തിമായിയോടുള്ള കരുണ, കമ്പാഷൻ ടുവേർഡ് ബാർത്തിമായസ്. 3 പഴയത് എറിഞ്ഞു കളഞ്ഞ് യേശുവിങ്കലേക്ക്, throwing away the old to come to Jesus. 4 വിശ്വാസത്താലുള്ള സൗഖ്യവും അനുഗമനവും, ഹീലിംഗ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ഫോളോയിങ്. കാഴ്ച ലഭിക്കുന്നതിനെ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന കംഫോർട്ട് സോൺസ്, ചില ശീലങ്ങൾ, പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ നാം തയ്യാറാണോ? ജീവിതത്തിൻ്റെ ഭാരവുമായി പുതച്ചു മൂടിയിരിക്കാതെ നമ്മുടെ പുതപ്പുകളെയൊക്കെ വലിച്ചെറിയേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും ശരിയായ വഴി യേശുവിനെ അനുഗമിക്കുന്നതാണ്. കാൽവറി കുരിശിലേക്കായാലും അവനെ പിന്തുടരുവാൻ തീരുമാനിക്കുക. സ്വർഗത്തിലേക്കുള്ള വഴി ക്രൂശിൻ ചുവട്ടിലൂടെയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കാനുള്ള പ്രചോദനമായി
അത് തീരുന്നുണ്ടോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.